ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് നെഗറ്റീവ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഡൗ ജോൺസ് 474 പോയിൻറ്റും S&P 56 പോയിൻറ്റും നസ്ഡാക്ക് 192 പോയിൻറ്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 40 പോയിൻറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പ് അപ്പിനോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഡേ ക്യാൻഡിൽ ഒരു റിജക്ഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനിലാണ്. ഈ ട്രെൻഡ് ലൈനാണ്. ഇവിടെ നിന്ന് നമുക്ക് പലവട്ടം റിജക്ഷൻ വന്നതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇവിടെ നിന്നൊരു ഫേക്ക് ബ്രേക്കൗട്ട് കിട്ടിയിട്ടാണ്, ആ ഒരാഴ്ചയിൽ ഫേക്ക് ബ്രേക്കൗട്ട് കിട്ടിയിട്ടാണ് താഴെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് മിക്കവാറും ഇവിടെ ഒരു ട്രിപ്പിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ സോണാണിത്. ഒരു ട്രിപ്പിൾ ടോപ്പ് ഇവിടെ വന്നതുപോലെ തന്നെ വീണ്ടും ഒരു ട്രിപ്പിൾ ടോപ്പ് മിക്കവാറും ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ താഴോട്ട് മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉള്ളത്. നമ്മൾ നേരത്തെ പ്രീ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഏകദേശം മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വരാൻ സമയത്ത് പറഞ്ഞതാണ്, മാർക്കറ്റ് ചിലപ്പോൾ താഴെ വന്നിട്ട് തിരിച്ചു കയറുന്ന സമയത്ത് ഇത് ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോകാൻ സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മാർക്കറ്റ് മിക്കവാറും ഇത് ബ്രേക്കൗട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്നത്തെ കാര്യമാണ് പറയുന്നത്. ഇന്ന് മാർക്കറ്റിലൊരു ബ്രേക്കൗട്ട് മുകളിലോട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ ഇന്നത്തെ ഡേ ക്യാൻഡിൽ ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിൽ ഒരു വിക്ക് കൊടുത്തിട്ട് ചിലപ്പം താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ഡേ ക്യാൻഡിൽ മിക്കവാറും ഈ ട്രെൻഡ് ലൈനിന് മുകളിൽ ഒരു വിക്കും ഒരു റെഡ് ക്യാൻഡിലും ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും ലെവൽസ് കൃത്യമായിട്ട് നോക്കുക. ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് ഒരു ഓൾ ടൈം ഹൈയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഏരിയ എന്ന് പറയുന്നത് നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും. കാരണം പഴയ ഓൾ ടൈം ഹൈ ആണ്. നമുക്ക് 2 വട്ടം മാർക്കറ്റ് ഇവിടെ നിന്ന് റിജക്ഷൻ വന്നിട്ടുള്ള ഏരിയ കൂടെയാണ്. അപ്പം ഇവിടുത്തെ ലെവൽസ് കൃത്യമായിട്ട് നോക്കിയിട്ട് താഴോട്ട് എൻട്രി നോക്കുക. താഴോട്ട് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഈ ഫിബ് ലെവലായിട്ടുള്ള 25 800 700 ആ ഒരു ലെവലാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. ഈ ഒരു ലെവല് അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ് 25 676 അല്ലെങ്കിൽ 25 700 714 വരുന്ന ഗ്യാപ്പ് ഫില്ലിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. താഴോട്ട് മാർക്കറ്റ് ഇന്നത്തെ ദിവസം സെല്ലിംഗ് പ്രഷറിൽ ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിലാണ് വരുന്നതെങ്കിൽ ഇതുവരയ്ക്കും 25 700 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് ലെവൽസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഡബിൾ ടോപ്പ് ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് തിരിച്ചിവിടെ ഒരു ഡബിൾ ടോപ്പിലാണ് ഇന്നലെ 2 വട്ടം സെല്ലിംഗ് പ്രഷർ വന്നിട്ടുള്ളത്. അവസാനത്തെ മണിക്കൂറുകളിൽ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. മാർക്കറ്റ് ഇവിടെയും നേരത്തെ സെയിം ലെവലിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ നമുക്ക് ഒരു റിജക്ഷൻ വന്ന ഏരിയ ആണ്. അപ്പോൾ ഇവിടെ തന്നെ സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത ഉണ്ട്. മാക്സിമം ഇന്ന് എനിക്ക് തോന്നുന്നത് ഒരു 120 ആ ഒരു ലെവലിന് മുകളിലോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. കൃത്യമായിട്ട് നോക്കുക. 26,770 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് എൻട്രി എടുക്കാവൂ. 26,70 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാലും വലിയ ടാർഗറ്റിലോട്ട് പോകരുത്. ജസ്റ്റ് സ്കാൽപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ഒരു ഏരിയയിൽ 120 ഈ ഒരു ഏരിയയിൽ സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത ഉണ്ടാവും. 26,70 മുകളിൽ മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. എങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
എങ്കിലും ജസ്റ്റ് ഒരു 25-30 പോയിൻ്റ് മാത്രമേ ടാർഗറ്റ് വയ്ക്കാവൂ. ഇന്ന് എക്സ്പയറി കൂടിയാണ്. അപ്പോൾ മാർക്കറ്റിൽ സ്കാൽപ്പ് ചെയ്തിറങ്ങാൻ നോക്കുക. എങ്കിലും 26,070-80 മുകളിൽ ഹോൾഡ് ചെയ്യുന്നത് റിസ്ക് ആയിരിക്കും. മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് ആയിരിക്കും. താഴോട്ട് 26,930 26,930 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടാർഗറ്റാണ്. ഏകദേശം ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും വലിയൊരു വീഴ്ചയിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിട്ടുള്ള ഈ ഒരു ഷോർട്ട് കവറിങ്, അവസാന സമയത്ത് വന്നിട്ടുള്ള ആ ഒരു 15 മിനിറ്റിൽ നടന്നിട്ടുള്ള ഒരു ഷോർട്ട് കവറിങ്ങിൻ്റെ ക്യാൻഡിൽ ക്രോസ് ചെയ്ത് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. 15 മിനിറ്റിൽ 25,930 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 716 200 പോയിൻ്റ് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നോ നാളെയും കൊണ്ട്. എങ്കിലും ഇതിനിടയ്ക്കുള്ള ലെവൽസ് നമ്മുടെ ഇൻട്രാഡേ ചാർട്ടിൽ നോക്കുക. 25,930 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഫോളിലോട്ട് മാർക്കറ്റ് വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഡാറ്റയിലോട്ട് പോകാം. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ രണ്ടുപേരും FISും DISും ബൈയിങ്ങിലോട്ട് പോയിട്ടുണ്ട്. ചെറിയ ഒരു ബൈയിങ്ങിലാണ്. FIS സ്റ്റോക്ക് ബൈ ചെയ്തിരിക്കുന്നത് 442 കോടിക്കാണ്. 442 കോടിക്ക് FISും DIS 1466 കോടിക്ക് DISും സ്റ്റോക്ക് ബൈ ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്താലും ചിലപ്പോൾ താഴോട്ട് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ CPR വരുന്നത് ചെറിയ ഒരു വൈഡ് CPR അല്ല, നാരോ CPRനാണ്. ഏകദേശം 25,965 തൊട്ട് 997 വരെയും കറക്റ്റ് 32 പോയിൻറ്റിൻ്റെ CPR ആണ്. മാർക്കറ്റ് ട്രെൻഡിങ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് എക്സ്പയറി കൂടിയാണ്. മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 26,680, ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്തോട്ടെ. ഇത് ഇന്നലെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ വരച്ചതാണ്. ഇന്നലത്തെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ കൃത്യമായിട്ട് ഈ ഒരു ലെവൽ മാത്രമാണ് നമുക്ക് വർക്കായിട്ടുള്ളത്. 25,966, 25,987. ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലഗ്ഗിഷ് മാർക്കറ്റായിരുന്നു. ഈ ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് പിന്നെ ബ്രേക്കൗട്ടായിട്ട് പിന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. മാർക്കറ്റ് പതിയെ മുകളിലോട്ട് കയറിയതാണ്. പ്രീമിയത്തിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. ഇങ്ങനത്തെ ദിവസങ്ങളിൽ സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങാൻ നോക്കുക. ഇന്ന് ഈ ഒരു ഏരിയയിൽ 25,656 താഴെ 26,056 താഴെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ തന്നെ മാർക്കറ്റ് നേരെ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. 25,954, 25,937 ഈ ഒരു ലെവലിൽ ഫസ്റ്റ് ആദ്യത്തെ ഒരു 5 മിനിറ്റ് നോക്കുക. 5 മിനിറ്റ് ഇതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 26,56, 26,078 ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കുക. സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിലിന് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. മുകളിൽ കൃത്യമായിട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കാവൂ. 15 മിനിറ്റിൻ്റെ ക്യാൻഡിലെങ്കിലും മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടണം, എങ്കിൽ മാത്രമേ മുകളിലോട്ട് എൻട്രി എടുക്കാവൂ. മുകളിലോട്ട് ഞാൻ ലെവൽസ് വേറെ വരച്ചിട്ടില്ല. ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഇതിന് മുകളിലുള്ള ലെവൽസ് തരാം. താഴോട്ട് 25,984, 25,937 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,879, 25,863 ഫസ്റ്റ് ടാർഗറ്റ്. രണ്ടാമത്തെ ടാർഗറ്റ് 25,820, 804. ഇത് മൂന്നുമാണ്. നമ്മൾ നേരത്തെ 15 മിനിറ്റിൽ 700 വരയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. 937, 54, അതായത് 940 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ 200 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇൻട്രാഡേയിൽ
ഈ ലെവൽസ് നോക്കുക 25,879, 25,863 ഫസ്റ്റ് ടാർഗറ്റ്. രണ്ടാമത്തെ ടാർഗറ്റ് 25,820, 804. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിവേഴ്സ് ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും കൃത്യമായിട്ട് ബ്രേക്കൗട്ടോ അല്ലെങ്കിൽ റിവേഴ്സ് സിഗ്നലോ കിട്ടുകയാണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കാവൂ മുകളിലോട്ട്. ചിലപ്പോൾ ഒരു വൺ സൈഡ് മൂവ്മെൻറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാർക്കറ്റിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാകും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്